ഇപ്പൊ ആദ്യത്തെ ഷോകളിലൊക്കെ ഉണ്ടായിരുന്നത് എനിക്ക് എൻ്റെ അറിയാവുന്ന ഒരു അറിയില്ല ഹലോ ഓഫ് ദി ഷിപ്പ് സംസാരിച്ചുകൊണ്ട് തുടങ്ങുന്നു. എൻ്റെ പേര് സേതു എന്നാണ്. ആഭ്യന്തര കുറ്റവാളിയുടെ സംവിധായകനാണ്. സിനിമ നിങ്ങൾക്കറിയാം, ഒരു പ്രൊമോഷൻ്റെ സ്റ്റേജിൽ നിന്ന സമയത്തായിരുന്നു നമ്മൾ ഏപ്രിൽ 17 ആദ്യം വരാനിരുന്നത്. അപ്പോഴായിരുന്നു കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്ന റിലീസിങ് ഡേറ്റ് മാറി. ഇതൊക്കെ എന്തായാലും ഇപ്പം അക്രോസ് കേരള ഒരു 190 തിയേറ്റേഴ്സിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് വേൾഡ് വൈഡ് റിലീസാണ്. പടം നല്ല അഭിപ്രായം ആയിട്ട് മുന്നോട്ട് പോകും. അപ്പം അതിൻ്റെ ഒരു സന്തോഷം പറയാനായിട്ടാണ്. എല്ലാവർക്കും നന്ദി. ബിക്കോസ് വിഷമഘട്ടങ്ങളിൽ കൂടുന്നവരോടും എല്ലാവരോടും താങ്ക് യു. അപ്പോൾ പല ഡയലോഗ്സിന് കിട്ടുന്ന കയ്യടിയാണ് ഈ സിനിമയുടെ ഒരു പ്രസക്തി. ഈ സമയത്ത് ഈ സിനിമയുടെ ഒരു പ്രസക്തി ഞങ്ങൾക്ക് മനസ്സിലായത്. അത് ശരിക്കും എനിക്ക് ഒന്ന് സേതു പേഴ്സണലി കളക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളിൽ റെപ്രസെന്റ് ചെയ്ത് എഴുതിയ ഡയലോഗ്സിന്റെയും കൂടെ ഒരു പ്രത്യേകതയായിരിക്കും അത്. ഒരുപാട് സ്ത്രീപക്ഷ സിനിമകൾ വരുന്ന കാലഘട്ടമാണ് പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകളാണ് അങ്ങനത്തെ സിനിമകൾ. പക്ഷെ ഇങ്ങനെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കോൺട്രവേഴ്സി ആവോ എന്ന പേടിയുണ്ടായിരുന്നു? ഇല്ല, കോൺട്രവേഴ്സി ആവോ എന്നൊരു പേടി ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് ചർച്ച ചെയ്യപ്പെടും എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ അതിന് ആദ്യം വേണ്ടത് ഒരു നായക നടൻ. നിങ്ങൾക്കറിയാലോ, ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ എപ്പോഴും ഒരു നായക നടൻ അദ്ദേഹം ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവണം. ആസിഫ് ബ്രോയോട് ഞാൻ കഥ പറഞ്ഞപ്പം ആസിഫ് ബ്രോ തന്നൊരു വെൽക്കമിങ്, അതാണ് ശരിക്കും ഈ സിനിമ മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു കാരണം. എനിക്ക് പേഴ്സണൽ തോന്നിയത് നിയമമായാലും നിയമപാലകരായാലും നിയമം നടത്തുന്നവരായാലും ശരി, അത് ഈക്വൽ ആയിരിക്കണം. അത് രണ്ടു ആണെന്ന പെണ്ണെന്ന വ്യത്യാസം ഉണ്ടാവാതെ അതിപ്പോ കാരണം ഒരു കേസ് കൊടുത്താൽ അവസാനം പറയുന്നൊരു ഡയലോഗുണ്ട്, ഞാൻ പറയുന്നില്ല അത്. അപ്പം അങ്ങനത്തെ ചെല്ലുമ്പോൾ ഇപ്പൊ ഒരു നിയമത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആരാണ് അയാളെ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ് ഒരു കാര്യം. പക്ഷെ ഇങ്ങനത്തെ പല കേസുകളും നമ്മുടെ സൊസൈറ്റി നടക്കുന്ന സമയത്ത് പലപ്പോഴും കഴിഞ്ഞ തന്നെ ഒരു വാർത്തയുണ്ടായിരുന്നു. ഒരു അധ്യാപകൻ നേരെ വിദ്യാർത്ഥി കൊടുക്കുന്ന ഒരു കേസിന്റെ പുറകെ അദ്ദേഹം 5 വർഷമാണ് ജയിലിൽ കിടന്നത്. പക്ഷെ പിന്നീട് ഇറങ്ങിയപ്പോൾ പോലും ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നുള്ള ഒരു ഇത് കാരണം ആ കുറ്റം ചെയ്തു എന്ന് തന്നെയാണ് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ശരിക്കും നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണപ്പെട്ടിട്ട് ഒരുപാട് വ്യക്തികൾ അനുഭവിക്കപ്പെടുന്നത്. ഇങ്ങനെ ഒരു കഥ കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. അല്ല, നല്ല ചോദ്യമാണ്, വളരെ കറക്റ്റാണ്. കാരണം നമ്മുടെ നിയമ സംവിധാനം എന്ന് പറയുമ്പോൾ ഒരു രാത്രി കൊണ്ടോ ഒരു പകൽ കൊണ്ടോ മാറ്റിയെടുക്കാൻ കഴിയില്ല. പക്ഷേ ഇതേപോലുള്ള ചിന്തകൾ സമൂഹത്തിൽ നമ്മൾ ഇടുകയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ട് ആസ്വദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ, സന്തോഷിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതിൽ വ്യക്തിപരമായി അല്പം നൊമ്പരമുള്ള ഒരാളുണ്ട്. ഈ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുകയാണ്. സംവിധായകൻ സേതുവിൻ്റെ സ്വന്തം അനുഭവ കഥ ഇതിനകത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ നൊമ്പരങ്ങളും കൂടെ ഇതിനകത്തുണ്ട്. ആ വേദനയിൽ ഉൾക്കൊണ്ട് എഴുതിയ ഒരു കഥയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അക്ഷരങ്ങളിൽ അല്പം രക്തവും കാണാൻ കഴിയും. അത്രത്തോളം വേദനിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ആ സമയത്ത് അവരെല്ലാവരും അനുഭവിച്ച വേദന, വിഷമമെല്ലാം എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ആ വിഷമത്തിൽ ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഈ തിരക്കഥ എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് ജീവിതഗന്ധിയായിട്ടുള്ള ഒരു കഥയാണ്. നിയമത്തിൽ യഥാർത്ഥത്തിൽ ആര് തെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ശിക്ഷിക്കപ്പെടണം. അല്ലാതെ നമുക്ക് കേട്ടിട്ട് ഉടൻ തന്നെ അത് ഇയാളായിരിക്കും, അത് അയാളായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തരുത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിയമത്തിൻ്റെ കാര്യത്തിൽ ഇതേപോലുള്ള കാര്യത്തിലൊക്കെ
നമ്മൾ കുറേ ചിന്തകൾ കാലത്തിന് അനുസരിച്ചുള്ള കുറേ മാറ്റങ്ങൾ നമ്മുടെ നിയമത്തിൽ വരണം എന്നുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതാണ് ഈ ചോദ്യം. ഇതേപോലുള്ള ചോദ്യങ്ങൾ ഉയർന്നാൽ ആഭ്യന്തര കുറ്റവാളി അതിൻ്റെ ആ ലക്ഷ്യത്തിലെത്തിയെന്ന് നമുക്ക് സന്തോഷിക്കാം. വിവാഹശേഷം ഒരു പുരുഷനാണ് അതിലെ ഇത്രയും വർഷം ശേഷം ഈ ഒരു സിനിമയിൽ ഇതിലും വിവാഹശേഷം ഒരു പുരുഷൻ അനുഭവിക്കുന്ന മറ്റൊരു വിഷയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു ചേഞ്ച് വരുത്തണമെന്ന്, അല്ലെങ്കിൽ ഈ കഥ കേട്ടപ്പോഴാണ് ഇത് ചെയ്യുമ്പോഴും ശ്രീവാച്ചന്റെ ഒരു രീതിയിലും ഇതിനെ നമുക്ക് ഈ ക്യാരക്ടറെ കാണാൻ പറ്റുന്നില്ല. അപ്പം ആ ഒരു പ്രശ്നങ്ങളും കാണാൻ പറ്റുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ചേഞ്ചുകൾ വരുത്താൻ കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഞാൻ ഈ സ്ക്രിപ്റ്റ് ആദ്യം എൻ്റെ അടുത്ത് സേതു നറേറ്റ് ചെയ്ത സമയം മുതൽ എൻ്റെ ഒരു കൺസേൺ ഇത് കെട്ടിലാണ്ട മാലാഖയുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഫോൺ ചെയ്തത് എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലേവർ ഇതിനകത്തേക്ക് വരുമോ എന്നുള്ളതായിരുന്നു. അപ്പൊ അത് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം സംസാരിച്ചതാണ്. പക്ഷെ ഇതിനെ ഞാനൊരു ഇൻഡിപെൻഡന്റ് സ്ക്രിപ്റ്റായിട്ട് തന്നെയാണ് കണ്ടത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങളായിട്ടും അങ്ങനെയൊന്നുമല്ല. അതിന്റെ ഒരു സ്ക്രീൻ പ്ലേയുടെ ഒരു ഭംഗി തന്നെയായിരുന്നു എനിക്കിത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ സേതു ഇതില് അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് ഇതിന്റെ മൊത്തം പ്രോസസ്സ്. അപ്പൊ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് നറേറ്റ് ചെയ്ത് തരുന്ന സമയത്ത് നമുക്ക് വേറെ കൺഫ്യൂഷൻസോ ചോദ്യങ്ങളോ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ തന്നെ സേതുവിന് ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ബേസിക്കലി ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന രണ്ട് സിനിമയായിട്ടും 2 ക്യാരക്ടേഴ്സായിട്ടും തന്നെയാണ് എനിക്ക് ആ പറയുന്ന പൊളിറ്റിക്സിനോടൊരു സിമിലാരിറ്റി ഫീൽ ചെയ്യുമെന്നായിരുന്നു എന്റെ കൺസേൺ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു സത്യം പറയാം, ചെയ്തതിലും സന്തോഷവും ഭയങ്കര സന്തോഷം തോന്നി ഇത് കണ്ടപ്പോൾ. അത്രയ്ക്ക് രസമായിട്ടാണ് ചെയ്തും അജയും പടം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. അത്ര നന്നായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും പോയി കാണണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരോടും പറയണം. ഞാൻ ആസിഫിൻ്റെ അമ്മയായിട്ടാണ് ചെയ്യണേ. ഞാൻ ആസിഫിൻ്റെ കൂടെ ചെയ്യുന്ന 9ാമത്തെ പടമാണ്. ഇനി 10ാമത്തേന് വലിയൊരു ആഗ്രഹം. നന്ദി. ആദ്യത്തെ പ്രസ് മീറ്റ് അല്ലേ? പ്രമോഷന്റെ സമയത്ത് എല്ലാവരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു, സിനിമയുടെ നായിക എന്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന്. ഞങ്ങൾ ഞങ്ങളുടെ നായിക ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. 2 പേരുണ്ട്. ഒന്ന് തുളസി, പിന്നെ ശ്രേയ രുക്മിണി. ആദ്യം തുളസിക്ക്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ. കുറേ തടസ്സങ്ങളൊക്കെ വന്നെങ്കിലും ഇപ്പോൾ അതിനുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസൊക്കെ കിട്ടുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ എനിക്ക് തന്ന സേതു ചേട്ടനോടാണ് എനിക്ക് ഈ അവസരത്തിൽ ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത്. താങ്ക് യു. പിന്നെ ആസിഫ്ക നല്ല അടിപൊളി സപ്പോർട്ടായിരുന്നു. ഒരു പിയനിയറിന് കിട്ടാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ഒരു സപ്പോർട്ട് തന്ന് നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും എല്ലാം കംഫർട്ടും എല്ലാം ആസിഫ്ക തന്നിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഞാൻ കുറച്ച് നെർവസാണ്. എല്ലാവരോടും നന്ദി. അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, പിന്നെ മേക്കപ്പ് ചെയ്ത ടീം, കോസ്റ്റ്യൂം, അങ്ങനെ എല്ലാവരും, ഫുഡ് തന്ന ചേട്ടന്മാർ, എല്ലാവരോടും താങ്ക് യു പറയാനുള്ളത്. പൈസ തന്ന പ്രൊഡ്യൂസർ, സോറി, ഇല്ല മറന്നിട്ടില്ല. നൈസാംക, താങ്ക് യു. പിന്നെ എല്ലാവരും കാണാത്തവർ പോയി കാണുക, സപ്പോർട്ട് ചെയ്യാം. അത്രേ ഇപ്പോൾ പറയാൻ പറ്റും. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഇത് ആക്ച്വലി എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്നൊരു, കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ത്രെഡുള്ളൊരു നല്ലൊരു മൂവിയാണ്. ആക്ച്വലി ആസിഫിക്കൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ മുന്നേ ആണ് ഇത് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ഇത് റിലീസ് ചെയ്തത് പടം ഇറങ്ങിയത് അറിഞ്ഞില്ല, പലരിലേക്കും എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം പലരും പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ അഭിപ്രായങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തിട്ട് വേണം മാക്സിമം എന്താ പറയുക
നമസ്കാരം, എല്ലാവർക്കും വന്നതിന്. അപ്പോൾ ഈ പടം ഈ പറഞ്ഞ പോലെ എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് അങ്ങനത്തെ റിപ്പോർട്ട്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ എല്ലാ ആക്ടേഴ്സിൻ്റെ കൂടെയും എനിക്കും ഒരു നല്ലൊരു വേഷം ചെയ്യാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇതിൻ്റെ ഇവിടെ നിന്നൊരു അസോസിയേറ്റ്, പിന്നെ അച്ചുമണി എന്ന് പറഞ്ഞ ആക്ട്രസ് ഉണ്ട്, നൈസാമിക്കും, എല്ലാവർക്കും നന്ദി, സന്തോഷം. അപ്പോൾ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണുക. നല്ലൊരു സിനിമയെ വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. താങ്ക് യു. വളരെ സന്തോഷം. ആദ്യമേ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ വളരെ ഷോർട്ട് നോട്ടീസ് തന്നിട്ടും എല്ലാവരും സജീവമായി തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് നിങ്ങളോടുള്ള നന്ദി ആദ്യം രേഖപ്പെടുത്തുന്നു. പ്രൊമോഷൻ സമയത്ത് ഞങ്ങൾ അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചിരുന്നില്ല. പക്ഷേ ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തെളിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അന്ന് പറഞ്ഞിരുന്നു ആസിഫ് അലിയുടെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്രില്യൻറ്റ് പെർഫോമൻസസ് ആയിരിക്കുമെന്ന് ഞാൻ അന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ തിയേറ്ററിൽ നിന്ന് റിപ്പോർട്ടുകൾ കിട്ടുന്നത് ആസിഫിന് ഏറ്റവും കൂടുതൽ ഒരു കയ്യടി കിട്ടുക എന്നുള്ളത് പെർഫോമൻസിനും ആ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്കും കയ്യടി കിട്ടുന്നുണ്ട്. അതാണ് സന്തോഷം. പെർഫോമൻസിൻ്റെ കയ്യടി ഒരു വശത്ത്, മറുവശത്ത് ഉന്നയിക്കുന്ന കാര്യങ്ങൾ, വാദിക്കുന്ന കാര്യങ്ങൾ, അതിന് സേതുവിന് ഒരു വലിയ കൈയടി കൊടുക്കണം. സേതു ഒരു റൈറ്ററും കൂടിയാണ്. കാരണം അതൊരു ഡെലിക്കേറ്റ് സബ്ജക്റ്റാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്ത്രീപക്ഷത്തിന് വേണ്ടി വാദിക്കുന്ന, അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന, ഇവിടെ സ്ത്രീപക്ഷമെന്നോ പുരുഷപക്ഷമെന്നോ ഇല്ലാതെ തെറ്റാരുടെ ഭാഗത്തോ അവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. അതല്ലാതെ പുരുഷനെന്നോ സ്ത്രീയെന്നോ നോക്കിയിട്ടല്ല ഒന്ന് കൈകാര്യം ചെയ്യേണ്ടത് എന്ന ഒരു കാര്യമാണ് ഈ ചിത്രത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഇതൊരു പുരുഷപക്ഷ സിനിമയല്ല, സ്ത്രീപക്ഷ സിനിമയല്ല. ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള കാര്യം, ഇതിൽ പുരുഷന് വേണ്ടി എന്തെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ കൈയടിക്കുന്ന സ്ത്രീകളാണ്. അതൊരു സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ന്യായത്തിന്റെ കൂടെ സ്ത്രീകൾ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മുടെയൊക്കെ മുഖം കണ്ട എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ ഒരു സക്സസിന്റെ കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിപ്പോൾ സിദ്ധാർത്ഥൻ, ഞാനും കൂടെ താഴെ ധീരന്റെ പ്രൊമോഷനിൽ അറ്റൻഡ് ചെയ്യായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥൻ വളരെ സന്തോഷത്തോടെ ജഗദീഷേട്ടാ കലക്കി കലക്കി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ആദ്യത്തെ റിപ്പോർട്ട് തന്നത് സിദ്ധാർത്ഥനാണ്. പടം വലിയ ഒരു സക്സസ് ആണെന്നുള്ള റിപ്പോർട്ട് തന്നത് സിദ്ധാർത്ഥനാണ്. ഇപ്പോൾ ടീമിൻ്റെ വർക്കാണ്. ഞങ്ങൾ ഇപ്പോഴും വലിയ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല. ഈ സിനിമ ഞങ്ങൾ പറയുന്നു ഒരു പക്ക എൻ്റർടൈനറാണ്. ആ എൻ്റർടൈൻമെൻറ്റിൽ കുറേ നല്ല കാര്യങ്ങൾ, സമൂഹത്തിന് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ ഈ എൻ്റർടൈൻമെൻ്റായിട്ട് തന്നെ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അഭിമാനമാണ് ഞങ്ങൾക്ക്. അതല്ലാതെ ഇതൊരു ഡോക്യുമെൻറ്റേഷൻ അല്ല, ഡോക്യുമെൻ്ററി സ്റ്റൈലല്ല, ഡ്രൈ അല്ല, ഒട്ടും ഡ്രൈ അല്ല. എൻ്റർടൈൻമെൻറ്റ് പാക്റ്റ് ആണ്. ഇതിലുള്ള ഓരോ ആർട്ടിസ്റ്റും മാക്സിമം എഫേർട്സ് ഇട്ടിട്ടുണ്ട്. ഈ പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വലിയ സക്സസിന് വേണ്ടിയായിരിക്കാം ഈ തടസ്സങ്ങൾ വന്നത്. ഈശ്വരൻ അങ്ങനെ തടസ്സങ്ങൾ തന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വലിയ ഹിറ്റിൻ്റെ ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത്, അതിൽ വ്യക്തിപരമായി എനിക്കും വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തരോടും ഉള്ള നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ രേഖപ്പെടുത്തുന്നു. ഇതിൽ നിങ്ങൾ എല്ലാവരും കാണണം. ആ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. അത് ഞങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് തരും. ഇതേപോലുള്ള നല്ല ചിത്രങ്ങളുടെ ഭാഗമാകാൻ ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ കഴിയും. താങ്ക് യു സോ മച്ച്. ഈ കോടതിയിൽ നിന്ന് വിജയം നേടി തിയേറ്ററിലേക്ക് എത്തുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. രാവിലെ മുതൽ തന്നെ ഷോ ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരുമിച്ച് അഡ്വക്കേറ്റ്സ് കള്ളം പറയും, ശരിയാണത്, ഓക്കെ. പക്ഷെ വിധിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇവർ ഹൈക്കോടതിയിലൊക്കെ പോയി വാങ്ങിച്ചത്. അതിന്റെ വിധി ഇന്നലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ വളരെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, നിങ്ങൾ ട്രയൽ കോർട്ടിൽ പോവും, ആരാണ് കാശ് തരാനുള്ളത് അവരുമായിട്ട് കേസ് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനോ എൻ്റെ ബാനറോ അല്ലെങ്കിൽ എൻ്റെ ക്രൂ ആരും ഇതിനകത്ത് ഒരു സാമ്പത്തികത്തിലും ഇടപെട്ടിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അതിനേക്കാളെല്ലാം ഉപരി നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇതിനി പബ്ലിക്കിലും ഓഡിയൻസിലും കറക്റ്റായിട്ട് റീച്ചായി ഈ സിനിമ ഒരു സക്സസ് ആയാൽ മാത്രമാണ് ഇതുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഒരു സന്തോഷം. തീർച്ചയായിട്ടും എല്ലാവരുടെ സപ്പോർട്ടും വേണം. താങ്ക് യു ഓൾ വന്നതിന്. നല്ല അഭിപ്രായം കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ പറഞ്ഞ പോലെ കുറച്ച് നേരം ആയിട്ടുള്ളൂ, ഞങ്ങൾ ഓഫ് തിയേറ്ററിലില്ലായിരുന്നു, ഇവിടെ ഈ പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയായിരുന്നു. സോ ഓൺലൈനിൽ അറിയുമ്പോഴും 1-2 ആൾക്കാർ വിളിക്കുമ്പോഴും അതിയായ സന്തോഷമുണ്ട്. നല്ലൊരു വേഷമാണ് എനിക്ക് സേതു തന്നത്. സോ അതിനാദ്യമേ ഞാൻ നൈസാമിനോടും സേതുവിനോടും നന്ദി പറയുന്നു. താങ്ക് യു. ആദ്യമായി എല്ലാവർക്കും നന്ദി പറയുകയാണ്. പിന്നെ
സിദ്ധാർത്ഥ പറഞ്ഞ പോലെ എനിക്കും നല്ലൊരു വേഷമാണ് ചെയ്തു തന്നത്. അത് സിനിമ കണ്ടിട്ടുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സ് ഒരു ഫാമിലി ആയിട്ടാണ് കണ്ടത്. പിന്നെ കൊല്ലംകോട് നിന്നാണ് ആദ്യം വിളിക്കുന്നത്. കൊല്ലംകോട് നിന്ന് എൻ്റെ ആദ്യം തന്നെ ഫ്രണ്ടും കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നന്നായിട്ട് മൂവി വളരെ രസമുണ്ട്. കാരണം നമ്മൾ മലയാള സിനിമയിൽ ഇതുവരെ പറയാത്തൊരു മേഖലയിലാണ് കഥ പറഞ്ഞിരിക്കുന്നത്. അത് നന്നായി വർക്കായിട്ടുണ്ട്. അഭിനയിച്ച എല്ലാവരും തന്നെ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഡയറക്ഷനാണ്, നല്ല സ്ക്രിപ്റ്റിംഗാണ്. പിന്നെ ഈ സിനിമ ആരും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമയുടെ കഥ പറയുന്നത്. കാരണം എൻ്റെ വൈഫ് ഞാനും കൂടിയാണ് സിനിമ കണ്ടത്. അപ്പോൾ ആ വൈഫ് പറഞ്ഞത് നല്ല രസമായിട്ടുണ്ട് സിനിമ, നല്ല ഭംഗിയായിട്ട് ഇത് സ്ത്രീകൾക്ക് ആസ്വദിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫാമിലി മൂവിയാണ്. അതെല്ലാവരും കാണണം. എല്ലാവരും കണ്ടാൽ മാത്രം പോരാ. ജഗദീഷ് പറഞ്ഞ പോലെ എല്ലാവരോടും പറയണം ഇത് നല്ലൊരു മൂവിയാണെങ്കിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ മറക്കരുത്. താങ്ക് യു. ഇതെല്ലാ ഫീൽഡിലും ഉണ്ട്. ഈ സംവിധായകൻ എന്ന് പറയുന്ന ഞാൻ സംവിധായകനാകുന്നതിന് തൊട്ട് മുമ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കിട്ടുന്ന സാലറി നിങ്ങൾക്ക് ഉദ്ദേശിക്കാവുന്ന അത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള സാലറി ഒന്നുമില്ല. 6 മാസം പണിയെടുക്കുന്ന ഒരു അസോസിയേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർക്ക് കിട്ടുന്നത് 50,000-60,000 രൂപയാണ്. ഇവിടെ ഒരു ബംഗാളിക്ക് കിട്ടും അതിലും കൂടുതൽ കാശ്. ഇത് എല്ലാ ഫീൽഡിലും ഇപ്പൊ തുടക്കക്കാർക്ക് ഇത് തന്നെയായിരിക്കും അവസ്ഥ. സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് അവർ ആ നല്ലൊരു സേഫ് പൊസിഷനിലേക്ക് എത്തുന്നത്. എല്ലാവരോട് ചോദിക്കാനുള്ള കാര്യത്തിൽ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ പലപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെന്റ് അഡ്വക്കേറ്റ്സ് കള്ളം പറയും, ശരിയാണത്, ഓക്കെ. പക്ഷെ വിധിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇവർ ഹൈക്കോടതിയിലൊക്കെ പോയി വാങ്ങിച്ചത്. അതിന്റെ വിധി ഇന്നലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ വളരെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, നിങ്ങൾ ട്രയൽ കോർട്ടിൽ പോകും, ആരാണ് കാശ് തരാനുള്ളത് അവരുമായിട്ട് കേസ് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനോ എൻ്റെ ബാനറോ അല്ലെങ്കിൽ എൻ്റെ ക്രൂ ആരും ഇതിനകത്ത് ഒരു സാമ്പത്തികത്തിലും ഇടപെട്ടിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അതിനേക്കാളെല്ലാം ഉപരി നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇതിനി പബ്ലിക്കിലും ഓഡിയൻസിലും കറക്റ്റായിട്ട് റീച്ചായി ഈ സിനിമ ഒരു സക്സസ് ആയാൽ മാത്രമാണ് ഇതുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഒരു സന്തോഷം. തീർച്ചയായിട്ടും എല്ലാവരുടെ സപ്പോർട്ടും വേണം. അല്ലെ, സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴത്തേക്കും ഇത് ഇങ്ങനെ വന്നാൽ നല്ല രീതിയിൽ വന്നാൽ കൈയ്യടി കിട്ടാമായിരിക്കുന്ന സീനായിരിക്കും എന്ന് വിചാരിച്ചത്. അതെ. അല്ല, അതില് ഈ പറയുന്ന നമ്മൾ പലപ്പോഴും പറയാതെ വിട്ടുപോകുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അത് വർക്കായതുകൊണ്ടാണ് കൈയ്യടി കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ 2 ക്യാരക്ടേഴ്സ് സംസാരിക്കുന്ന വിഷയത്തിനാണ് കൈയ്യടി കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, മെസ്സേജ് കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ചിത്രം ഉണ്ടാക്കുക എന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയം എന്റർടൈനിങ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ട് സ്ക്രിപ്റ്റില്. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കഥയുടെ തിരക്കഥ എഴുതുന്ന സമയത്ത് ഞാൻ സ്ലീവാച്ചനായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ആസിഫ് ബ്രോയുടെ എക്സൈറ്റ് ചെയ്യിച്ച ക്യാരക്ടർ. അപ്പൊ ഞാൻ ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്ന ആ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് ഉറപ്പായിട്ട് മനസ്സിൽ. പിന്നെ കഥ പറയുക, ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. അതോടെ സെറ്റായപ്പോൾ കഥ മുന്നോട്ട് കൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് ഈ പലപ്പോഴും ഇപ്പൊ എന്നിലേക്ക് എത്തുന്നത് കോമൺ ഓഡിയൻസിന്, സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സാധാരണക്കാരനായിട്ടാണ് എന്നെ കാണാൻ എപ്പോഴും ആളുകൾ ആഗ്രഹം കാണിച്ചിട്ടുള്ളത് അധികവും. അപ്പൊ അത് ബ്രേക്ക് ചെയ്യണം എന്നുണ്ട്. ഒരു ലാർജർ ദാൻ ലൈഫ് സിനിമ ഉടനെ സംഭവിക്കും, അതിനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. So honored. Thank you. അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരുടെ പ്രത്യേകതയാണ്. അതിൻ്റെയൊക്കെ ക്രെഡിറ്റ്സ് സംവിധായകർക്കുള്ളതാണ്. അവരാണ് എന്നെ കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യിക്കുന്നത്. അപ്പൊ എന്നെ കൊണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയാൽ കൂടുതൽ ടേക്സ് പോകാനോ കൂടുതൽ സമയം തരാനോ ഒക്കെ അവർ തയ്യാറാവുന്നത് കൊണ്ടാണ് അങ്ങനെ നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ നല്ല മൊമെന്റ്സ് ഒക്കെ കിട്ടുന്നത്. അപ്പൊ അത് എൻ്റെ സംവിധായകനുള്ള ക്രെഡിറ്റ് ആണത്. സിനിമ മൊത്തത്തിൽ മാറി ഫുള്ളി ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ സിനിമ വന്നത്. വീണ്ടും താങ്കൾ അല്ലെങ്കിൽ താങ്കളെ പോലുള്ളവരാണ് ഇപ്പോൾ കുറച്ച് ചുരുക്കം ആളുകളാണ് മെസ്സേജും അതിനോടൊപ്പം തന്നെ എന്റർടൈൻമെന്റും ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ.
അത് അങ്ങനെ വരുന്നത് കൂടുതലും നമ്മൾ ചില ടൈപ്പ് ഓഫ് മൂവീസ് ഉണ്ട്. അത് സൂപ്പർ സ്റ്റാർസിനോ അല്ലെങ്കിൽ അത്രയും വാല്യൂ ഉള്ള സ്റ്റാർസിനോ ഒക്കെ ഉള്ള അവരുടെ ചില ടൈപ്പ് ഓഫ് മൂവീസ്, അതും ഈ സൂപ്പർ സ്റ്റാർസിൻ്റെ എല്ലാ മൂവീസും അല്ല. ഇപ്പം നമ്മൾ മമ്മൂക്കയുടെ കാതൽ നല്ല പടമാണ്, അത് എത്ര കോടി ക്ലബിൽ കയറിയെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. നല്ല ചിത്രത്തിൻ്റെ പട്ടികയിലാണ് നമ്മൾ പെടുത്തുന്നത്. അതേപോലെ തന്നെ ആഭ്യന്തര കുറ്റവാളി എത്ര കോടി ക്ലബിലെന്ന് ആരും ചർച്ച ചെയ്യില്ല, ഉറപ്പാണ്. എത്ര കിട്ടിയാലും സന്തോഷമാണ് നിസാമിന്. വേറെ ഒരു കോടി ക്ലബിലേക്ക് കടക്കുന്നില്ല. ചിലപ്പോൾ ആസിഫ് പറഞ്ഞ പോലെ ലാർജർ ദാൻ ലൈഫ് ഇമേജ് എന്ന് പറയുന്ന ആസിഫ് അഭിനയിക്കാൻ പോകുന്ന പടത്തിനെ കുറിച്ച് ചിലപ്പോൾ എത്ര കോടി ക്ലബില്, അപ്പൊ പ്രതീക്ഷയാണ് ഞാൻ പറയുന്നത്. അത് കുറച്ചൊരു വലിയ പടമായിട്ട് ക്യാൻവാസിൽ വരുമ്പോൾ അത് ചിലപ്പം അതർ ലാംഗ്വേജസ് അങ്ങനെയൊക്കെ ഈ കോടി ക്ലബ് എന്ന് പറയുമ്പോൾ അതർ ലാംഗ്വേജസിൽ പോകാൻ സാധ്യതയുണ്ട്, അതർ സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ ഗൾഫിലും ഒക്കെ തന്നെ. അങ്ങനെ ലാർജർ ദാൻ ലൈഫ് എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില കഥകളുണ്ട്. ഈ ആഭ്യന്തര കുറ്റവാളി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ കണ്ടീഷൻസിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഹിന്ദിയിൽ പോലും ചിലപ്പം ഇത് എടുക്കാൻ നേരത്തെ വേറെ രീതിയിൽ കുറച്ച് സ്റ്റോറി ഒന്ന് മാറ്റേണ്ടി വരും. ഇവിടുത്തെ കേരളത്തിന്റെ അന്തരീക്ഷത്തിലുള്ള കാര്യമായിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്ര കോടി ക്ലബ് എന്നുള്ള ഒരു മുൻവിധി നമുക്കുണ്ടാകില്ല. നിങ്ങളും അങ്ങനെ ചിന്തിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ ചില ചിത്രങ്ങളാണ് ഇത്ര കോടി ക്ലബിൽ കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ ആസിഫ് അലി എന്ന നടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം, സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് ചിലപ്പം എത്തുമായിരിക്കും. പക്ഷെ ഇന്ന് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം അദ്ദേഹത്തിന് താല്പര്യമില്ല, നമുക്ക് ചാർത്താനും താല്പര്യമില്ല. അദ്ദേഹം സൂപ്പർ ആക്ടർ എന്ന് വിശേഷിപ്പിക്കാനാണ് നമുക്ക് താല്പര്യം. അതൊരു വലിയ ചോദ്യമാണ്, അത്ര എളുപ്പമല്ല. നമുക്ക് പറയാം, ചുമ്മാ ഒരു പൈങ്കിളിയായിട്ട് പറയാം, അത് പെട്ടെന്ന് ഈ സിനിമ കണ്ടിട്ട് തന്നെ 10 പേര് അവരുടെ തീരുമാനം മാറ്റി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതല്ല, ഒരു മനസ്സിലൊരു തോട്ട് വന്നല്ലോ. ഇപ്പൊ നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഞങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, ഇത് മനസ്സിൽ എന്തെങ്കിലും രീതിയിൽ സ്പർശിച്ചിട്ടുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. അതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. ഉടൻ തന്നെ ഒരു സമൂലമായ മാറ്റമൊന്നും പ്രതീക്ഷിക്കുന്നില്ല, അത് സത്യമാണ് ഉറപ്പ്. അതെ അതെ, തീർച്ചയായിട്ടും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു കഥയാണ്. ഇതിനകത്ത് സിനിമയ്ക്ക് വേണ്ടിയുള്ള എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർക്കലേ ഉള്ളൂ. ഇതിലെ സംഭവങ്ങളും സംഭവ പരമ്പരകളും സത്യമാണ്, 100% സത്യമാണ്. കള്ളം ഒന്നും ഒരിടത്തുമില്ല. ജീവിതത്തിലെ സേതുവിന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളുടെ എന്റർടൈൻമെന്റ് വെർഷനാണ്. ഒരു എന്റർടൈനർ ആക്കണമല്ലോ സിനിമ, ഡോക്യുമെന്റേഷൻ പറ്റില്ലല്ലോ. അപ്പൊ സിനിമ അതൊരു രസകരമായിട്ടുള്ള രീതിയിൽ ഇത്രയും കഥാപാത്രങ്ങൾ വന്നു. ഇതേപോലെ എക്സാക്ട് വിശ്വനാഥനായിരിക്കില്ല, അഡ്വക്കേറ്റ് ആയിരിക്കില്ല. അതേപോലെ എക്സാക്ട് പിന്നെ സഹദേവനായിരിക്കില്ല സേതു. അപ്പൊ ആ വ്യത്യാസം എന്തായിരുന്നാലുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ബാക്കി സംഭവങ്ങളെല്ലാം അടിസ്ഥാനപരമായി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അത് ധൈര്യസമേതം നോക്കും. ചെയ്യുന്ന കഥാപാത്രങ്ങൾ നമുക്ക് എവിടെയോ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള ഒരാൾ അങ്ങനത്തെ കഥാപാത്രങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കഴിഞ്ഞ കാരണം സർക്കിട്ട് എന്ന സിനിമയിലെ കഥാപാത്രം നല്ല റെസ്പോൺസ് ആണ്. പക്ഷേ തിയേറ്ററിൽ അത്രയും ആളുകൾ കേൾക്കുന്നില്ല. എപ്പോഴും നല്ല കഥകൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് ചിലപ്പോൾ ആളുകൾ ചില പെർട്ടിക്കുലർ ടൈമിൽ തിയേറ്റേഴ്സിൽ വന്ന് കാണാൻ ഇഷ്ടപ്പെടുന്നത് വേറൊരു തരത്തിലുള്ള സിനിമകളായതുകൊണ്ടായിരിക്കാം. ഇപ്പം നമുക്ക് എല്ലാ സിനിമയും കൊമേഴ്ഷ്യലി സക്സസ് ആവണമെന്ന് പറയാൻ പറ്റില്ല. നല്ല സിനിമകൾ ചെയ്യാം. വിജയിക്കുന്ന സിനിമകൾ എന്ന് പറയുമ്പോൾ ചിലപ്പം തിയേറ്റേഴ്സിൽ വന്ന് കാണാൻ കുറച്ച് എക്സ്ട്രാ ഫാക്ടേഴ്സ് ഒക്കെ ഉള്ളൊരു സിനിമകളായിരിക്കാം. എനിക്ക് ശരിക്കും എനിക്ക് നല്ല ഒരു ആക്ടറിനും മനസ്സിലാവാത്ത ഒരു കാര്യമാണ് പല സമയത്തും ചില സിനിമകൾ തിയേറ്ററിൽ എന്തുകൊണ്ടാണ് ആളുകൾ കാണാൻ പ്രിഫർ ചെയ്യാത്തത് എന്നുള്ളത്. അതൊരു ഉത്തരവില്ലാത്ത ചോദ്യമാണ്. പക്ഷെ നല്ല സിനിമ ചെയ്യാനേ നമുക്ക് ശ്രമിക്കാൻ പറ്റുള്ളൂ. ആളുകളെ കാണിക്കുക എന്നുള്ളത് കുറച്ച് പണിയാണ്. അതെ, ഈ വക്കീലുമാർ കേസ് ഏറ്റെടുക്കുമ്പോൾ അവസാനം വരെ ഫൈറ്റ് ചെയ്യും. ഇപ്പോൾ വാദിക്ക് വേണ്ടിയാണെങ്കിൽ വാദിക്ക് വേണ്ടി മാക്സിമം ഫൈറ്റ് ചെയ്യും. പ്രോസിക്യൂഷൻ ആണെങ്കിൽ പ്രോസിക്യൂഷന് വേണ്ടി വാദിക്കും. പ്രതിക്ക് വേണ്ടിയാണെങ്കിൽ പ്രതിക്ക് വേണ്ടി വാദിക്കും. പക്ഷേ ഈ വാദിക്കുമ്പോഴും ഇവരുടെ മനസ്സിൽ മനുഷ്യത്വം എന്നൊരു കാര്യം ഉണ്ടാവുമല്ലോ. അത് പിന്നെ അത് ഒരു സർപ്രൈസ് എലിമെന്റ് ആണ്. അതുകൊണ്ട് കൂടുതൽ ഞാൻ റിവീൽ ചെയ്യുന്നില്ല. എന്നാൽ പോലും ഈ വിശ്വനാഥൻ എന്ന് പറയുന്ന ക്യാരക്ടർ അയാളെ ഏൽപ്പിച്ച കാര്യം അയാൾ നന്നായിട്ട് വാദിക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് സിനിമ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ആ റിസൾട്ട് എന്തുകൊണ്ട് എങ്ങനെയാവുന്നു. അവിടെ ചില ട്വിസ്റ്റുകളുണ്ട്. അവിടെ മാനുഷിക വശങ്ങൾ അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു അഡ്വക്കേറ്റിന്റെ സത്യസന്ധത ചില സ്ഥലങ്ങളിൽ കാണാം. ചില ഒരു പോയിന്റിൽ അയാൾ തുറന്ന് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. അതെന്താണെന്ന് ഇപ്പോൾ റിവീൽ ചെയ്യുന്നത്
അത് ശരിയല്ല. ഈ ക്യാരക്ടറിന് സാധാരണഗതിയിൽ ഒരു അഡ്വക്കേറ്റിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ട്വിസ്റ്റുകൾ ഈ റോളിൽ എനിക്ക് സേതു തന്നിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. വിശ്വനാഥൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റിന് ആ ട്വിസ്റ്റ് ഒരു ക്യാരക്ടറൈസേഷനിലും അതിൻ്റെ പെർഫോമൻസിലും ഒക്കെ തന്നെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു. നിയമത്തിൻ്റെ ഒരുപാട് പഴുതുകളുണ്ട്, ലൂപ്പ് ഹോൾസ് ഉണ്ട്. അത് അടയ്ക്കുക തന്നെ വേണം. അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഈ പറയുന്ന പോലെ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ചില പിടിവാശികൾ, അഡ്ജസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ അടിമയാകണ്ട, ഒരിക്കലും ഞാൻ പറയില്ല, തുല്യസ്ഥാനം വേണം. പക്ഷേ ഭർത്താവ് പറയുന്ന ചില കാര്യങ്ങളിൽ, ഇപ്പോൾ ജോലി സ്ഥലത്ത്, ഇപ്പോൾ രണ്ടുപേർക്ക് രണ്ട് സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ബാംഗ്ലൂരും ഒരാൾക്ക് ചെന്നൈയിലും, എനിക്കറിയാവുന്നുള്ളൊരു കേസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞു ഭർത്താവിനോട് നിങ്ങൾ ബാംഗ്ലൂർ വരണം ട്രാൻസ്ഫർ വാങ്ങിച്ച്. ഭർത്താവ് പറഞ്ഞു നീ ട്രാൻസ്ഫർ വാങ്ങിച്ച് ചെന്നൈയിൽ വരണം. അവർ ഡിവോഴ്സായി. പക്ഷേ അതൊരു കോംപ്രമൈസ് ആകാവുന്നുള്ള കാര്യമാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാണ്. അപ്പം ഞാൻ ഇടപെടുമ്പോൾ അവർ രണ്ടുപേരും കോംപ്രമൈസിന് തയ്യാറല്ല. അപ്പോൾ ഒരു സിറ്റിയാണോ ദാമ്പത്യത്തിനേക്കാളും വലുത്? ചെന്നൈ ബാംഗ്ലൂർ എന്നുള്ള ഒരു കമ്പാരിസൺ ആണോ ഒരു ദാമ്പത്യ ജീവിതത്തിനേക്കാളും വലുത്? എത്രയോ വർഷം ഒരുമിച്ച് കഴിയേണ്ടതാണ്. ഈ ഭാര്യയ്ക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ബാംഗ്ലൂരിന് ഇതേ സുഖ സൗകര്യങ്ങൾ നാളെ ഉണ്ടാവണമെന്നില്ല. ഭർത്താവിനും ചിന്തിക്കാം, ചെന്നൈയിൽ ഇപ്പോൾ കണ്ടെത്തുന്ന സുഖ സൗകര്യങ്ങൾ നാളെ ഉണ്ടാകണമെന്നില്ല. അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരവരുടെ ടേസ്റ്റ്, വളർന്ന സാഹചര്യമുണ്ട്, ജീവിച്ച സാഹചര്യമുണ്ട്. അത് ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും അത് ഭർത്താവിൻ്റെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. ഭർത്താവും അതേപോലെ ഭാര്യയുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. അൾട്ടിമേറ്റായിട്ട് മനസ്സുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലുള്ളത് എന്താണ് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പല ഡിവോഴ്സുകളും ഒഴിവാക്കാം. പിന്നെ കാശിനോടുള്ള അമിതമായിട്ടുള്ള ഒരു സ്നേഹം, അത് ഭാര്യയ്ക്കായിരുന്നാലും ഭർത്താവിനായിരുന്നാലും, സ്ത്രീധനത്തിൻ്റെ പ്രശ്നമൊക്കെ തന്നെ ഇപ്പോഴും ഡൗറി ഒക്കെ കുറ്റകരമാണെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് വേറെ രീതിയിൽ ഗിഫ്റ്റായിട്ടും സന്തോഷമായിട്ടും കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആ സമ്പ്രദായം 100% തുടച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിയമത്തിൻ്റെ ഈ ലൂപ്പ് ഹോൾസ് ഒരു വശത്ത്, മറുവശത്ത് നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കാലത്തിനനുസരിച്ച് കുറച്ച് കോൺഫിഡൻസ് ഇരു വിഭാഗത്തിനും കിട്ടുമ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല, ഒരു ദിവസം തന്നെ ഈ ബന്ധമൊക്കെ നമുക്ക് വലിച്ചെറിയാം എന്ന് തോന്നുന്ന അതിനൊരു സാങ്ക്ടിറ്റി, അതിനൊരു പവിത്രത ഈ ദാമ്പത്യത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും അല്ല കേട്ടോ, ഇപ്പോഴും അത് വളരെ ഒരു പവിത്രമായിട്ടുള്ള ഒരു ബന്ധമാണ് ദാമ്പത്യ ജീവിതം എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു മൈനോറിറ്റി ഉണ്ട്. ആ മൈനോറിറ്റി അത് കൂടാതിരിക്കാൻ ഇത്തരം സിനിമകളിലെ ചിന്തകളിലൂടെ കഴിയട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അതിങ്ങനെ വർദ്ധിക്കാതിരിക്കട്ടെ. ഡിവോഴ്സുകളൊക്കെ കുറയാൻ, അന്യായമായ കാരണങ്ങൾ പറഞ്ഞ് ഭർത്താവിനെയോ ഭാര്യയോ ക്രൂശിക്കുന്നത് കുറയാൻ ഈ സിനിമയ്ക്ക് ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ചേട്ടന്റെ കഥാപാത്രമായി നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്തു. നമ്മൾ വാർത്തകളൊക്കെ ഒരുപാട് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, ഇൻസിഡൻസ് ഒക്കെ വായിച്ചിട്ടുണ്ട്. എനിക്ക് നമുക്കും വിഷമം തോന്നി. ഇങ്ങനെ ഒരു അത്ര നാം കോച്ച് വളർത്തിയത് നമ്മളെ ഉപേക്ഷിക്കുമ്പോൾ ഫീലിനകത്ത് നമുക്ക് മനസ്സിലാവും. ഇങ്ങനൊരു കഥാപാത്രം കിട്ടുമ്പോൾ ചേട്ടൻ മനസ്സിലൂടെ പോയ കാര്യം എന്തൊക്കെയാണ്? അല്ല, ഇത് തന്നെയാണ് നമ്മൾ ഇതുപോലെ ഒരുപാട് വാർത്തകൾ കേട്ടും വായിച്ചും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഒന്ന്, രണ്ടാമത് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് സേതു എനിക്ക് പറഞ്ഞു തന്നു. ഈ ക്യാരക്ടറിൻ്റെ ഡെപ്ത് എന്താണെന്നും, ഒരുപാട് സീനുകളൊന്നുമില്ല ഷോട്ട്, അതിൽ കുറച്ച് സീനുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു അത് തന്നെ അധികമാണ്. ഇത് പെർഫോം ചെയ്യേണ്ട ഒരു വേഷമാണ്. ആ പെർഫോമൻസിൽ ചാൻസ് ഉണ്ട് ഇതിൽ. അത് 1-2 സീൻസിന് മാത്രമേ ഉള്ളത്. പക്ഷെ ആ സീൻസ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളൊരു നറേഷൻ എനിക്ക് സേതുവിൽ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. കാരണം അത് നമുക്ക് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടർ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിന് പകുതി ഉണ്ട്, പിന്നെ ബാക്കി നമ്മൾ പകുതി അഭിനയിച്ചാൽ മതി. അപ്പോൾ അത് നല്ല പോസ്റ്റിംഗ് ആയിരുന്നു. അത് എവിടെയൊക്കെ വരുന്നു, എവിടെയൊക്കെയാണ് അതിൽ പെർഫോം ചെയ്യേണ്ട സ്ഥലങ്ങൾ എന്ന് പറയുന്ന അവിടെ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് തിയേറ്ററിലെ ആൾക്കാർ അത് കണ്ടിറങ്ങിയപ്പോഴാണ് ആൾക്കാർ പറഞ്ഞത് മനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതിന് ഫുൾ ഉത്തരവാദിത്തം സേതു തന്നെയാണ്. സേതുവിൻ്റെ ചിലപ്പോൾ സേതു എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ ഇയാളെ. പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു സമൂഹത്തിൽ നമുക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഈ മക്കാരിക്ക. ശരിക്കും എനിക്ക് സേതു ഇതിന്റെ സ്ക്രിപ്റ്റ് പ്രസന്റ് ചെയ്ത സമയത്ത് ഇതിന്റെ ഒരു സാധ്യത പറഞ്ഞു തന്നിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എന്നോട് പറഞ്ഞതും. ഇങ്ങനെ അതായത് ഒരു കുടുംബ കോടതിയിൽ ഇപ്പം കണ്ടവർക്ക് മനസ്സിലാവും, ആ കുടുംബ കോടതി കയറി കഴിഞ്ഞാൽ അതിന്റെ മൊത്തം അറ്റ്മോസ്ഫിയർ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കേസുകളായിട്ട് പല രീതിയിലുള്ള കേസുകൾ വരുന്നത് കാണാം. ഈ സിനിമ ഇപ്പൊ കണ്ടു കഴിഞ്ഞ് ഇത്രയും നേരത്തിനിടയിൽ വന്ന പല കോളുകളിലും നമുക്ക് അറിയാവുന്നവര്, നമ്മള്
ഫ്രണ്ട്സിന് അറിയാവുന്നവർ അവരെല്ലാം അനുഭവിച്ച പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും എനിക്ക് സേതുവിന്റെ ആ റിസർച്ചിൽ തന്നെയാണ്. നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണ്ടേ എന്ന് തോന്നിയിട്ടുള്ള ചില വിഷയങ്ങൾ, അപ്പൊ അതൊക്കെ തുറന്നൊരു സിനിമയിലൂടെ അതും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഓഡിയൻസിന് കണക്ട് ആവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാൻ സേതു കാണിച്ചൊരു ധൈര്യമാണ്. ഇത്രയും വർഷം ശേഷം ഈ ഒരു സിനിമയിൽ ഇതിലും വിവാഹശേഷം ഒരു പുരുഷൻ അനുഭവിക്കുന്ന മറ്റൊരു വിഷയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു ചേഞ്ച് വരുത്തണമെന്ന്, അല്ലെങ്കിൽ ഈ കഥ കേട്ടപ്പോഴാണ് ഇത് ചെയ്യുമ്പോഴും ശ്രീവാച്ചന്റെ ഒരു രീതിയിലും ഇതിനെ നമുക്ക് ഈ ക്യാരക്ടറെ കാണാൻ പറ്റുന്നില്ല, അപ്പം ആ ഒരു പ്രശ്നങ്ങളും കാണാൻ പറ്റുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ചേഞ്ചുകൾ വരുത്താൻ കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഞാൻ ഈ സ്ക്രിപ്റ്റ് ആദ്യം എൻ്റെ അടുത്ത് സേതു നറേറ്റ് ചെയ്ത സമയം മുതൽ എൻ്റെ ഒരു കൺസേൺ ഇത് കെട്ടിലാണ്ട മാലാഖയുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഫോൺ ചെയ്തു എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലേവർ ഇതിനകത്തേക്ക് വരുമോ എന്നുള്ളതായിരുന്നു. അപ്പൊ അത് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം സംസാരിച്ചതാണ്. പക്ഷെ ഇതിനെ ഞാനൊരു ഇൻഡിപെൻഡന്റ് സ്ക്രിപ്റ്റായിട്ട് തന്നെയാണ് കണ്ടത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങളായിട്ടും അങ്ങനെയൊന്നുമല്ല. അതിന്റെ ഒരു സ്ക്രീൻ പ്ലേയുടെ ഒരു ഭംഗി തന്നെയായിരുന്നു എനിക്കിത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ സേതു ഇതില് അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് ഇതിന്റെ മൊത്തം പ്രോസസ്സ്. അപ്പൊ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് നറേറ്റ് ചെയ്ത് തരുന്ന സമയത്ത് നമുക്ക് വേറെ കൺഫ്യൂഷൻസോ ചോദ്യങ്ങളോ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ തന്നെ സേതുവിന് ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ബേസിക്കലി ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന രണ്ട് സിനിമയായിട്ടും 2 ക്യാരക്ടേഴ്സായിട്ടും തന്നെയാണ് എനിക്ക് ആ പറയുന്ന പൊളിറ്റിക്സിനോടൊരു സിമിലാരിറ്റി ഫീൽ ചെയ്യുമെന്നായിരുന്നു എന്റെ കൺസേൺ ഉണ്ടായിരുന്നത്. വളരെ സന്തോഷമുണ്ട് സാറിന്. ഇങ്ങനെ ഭയങ്കരമായ ക്രൈസിസ് ആയിരുന്നു. ഒരു ഏത് സൈഡിൽ നിന്നാണ് ഇതൊക്കെ വരുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്തത്ര ബുദ്ധിമുട്ടിച്ചു. പക്ഷെ ഞാൻ ആരോടും പ്രത്യേകിച്ച് വിരോധമോ വിഷമമൊന്നും ഇല്ല. ഇതോടുകൂടി ഇതെല്ലാം കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമ കണ്ടപ്പോൾ വളരെ സന്തോഷം. ഒരുപാട് പോസിറ്റീവ് അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങളിലൂടെ പബ്ലിക്കിലെത്തണം, ഓഡിയൻസ് പണം കാണണം. അപ്പോൾ വേണ്ട വിധത്തിലുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങളിൽ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നമസ്കാരം എല്ലാവരോടും. ആദ്യം തന്നെ ഒരു നന്ദി പറയുന്നു ഇവിടെ എത്തിച്ചേർന്നതിൽ. ഇപ്പോൾ സേതു പറഞ്ഞ പോലെ ഈ സിനിമയ്ക്കുണ്ടായ ഏറ്റവും വലിയൊരു വെല്ലുവിളി ഇതിന്റെ നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ ഏറ്റവും നല്ല മാർക്കറ്റിംഗ് ചെയ്ത് അത് നമുക്ക് തൃപ്തിയാവുമ്പോഴാണ് ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുക. അപ്പൊ ഞങ്ങൾ അങ്ങനെ നിന്ന ഒരു സ്റ്റേജിൽ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പബ്ലിസിറ്റീസും ഇൻക്ലൂഡിങ് ചാനൽസും പ്രിന്റ് ആൻഡ് പ്രസ് എല്ലാത്തിലും നമ്മൾ പ്രൊമോഷൻസ് ചെയ്ത് കഴിഞ്ഞ് നിന്നൊരു സമയത്തായിരുന്നു ഇതിനൊരു കേസ് ഉണ്ടാവുകയും ഒരു സ്റ്റേ വരികയും ഇതിന്റെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരികയും ചെയ്തത്. അപ്പം അതറിയാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ കുറെ പേർക്ക് ഈ സിനിമ ഇറങ്ങിപ്പോയതാണോ, ഇത് കാണാൻ പറ്റില്ല, ഇത് ഇറങ്ങിയെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. ശരിക്കും ഈ സിനിമ ഇറങ്ങിയത് ഇന്നാണ്. അപ്പോൾ അത് ഇനി നിങ്ങൾ വേണം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ. ഇപ്പം സിനിമയെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഇതിന്റെ ഒരു റിലീസ് അപ്ഡേറ്റ് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളവരിലേക്ക് ഇത് എത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം. ഇപ്പോൾ ഷോ കഴിഞ്ഞ് ഇന്ന് രാവിലെ മുതൽ കിട്ടുന്ന ഒരു അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള ഒരു ധൈര്യം തന്നത്. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഈ സിനിമയെ പറ്റി ആളുകളിലേക്ക് സ്പ്രെഡ് ആവുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കി ജഗദീഷേട്ടൻ പറയും. എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം ഞങ്ങൾ പടം നമ്മുടെ ചെയ്യുന്ന പ്രോജക്റ്റ് അത് നല്ലതാണോ ചീത്തയാണോ എന്നറിയുന്നത് ഞങ്ങൾ നല്ലതാണെന്ന് ഞങ്ങളുടെ ടീം പറയുന്നതല്ല. പക്ഷേ ഞങ്ങൾക്ക് അറിയാത്ത ആൾക്കാർ ഇൻസ്റ്റയിലായിരുന്നാലും ഫേസ്ബുക്കിലായാലും മെസ്സേജ് അയക്കുമ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പടം നന്നായി എന്ന്. എനിക്ക് ഒരുപാട് ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നു. അതിലുപരി നമുക്കറിയാവുന്ന പല ആൾക്കാരും വിളിച്ചിട്ട് എടാ നല്ല പടം എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളെ പടം ഇത് ഇറങ്ങേണ്ടത് ഈസ്റ്റർ ദിനത്തിലായിരുന്നു. അതിൻ്റെ പ്രൊമോഷനൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് നമ്മൾ ഓൺലൈൻ പ്രൊമോഷനൊക്കെ ചെയ്തതാണ്. അതിൻ്റെ ഒന്ന് താഴ്ന്നു പോയി. ഇത് ഇറങ്ങിയെന്ന് ഇപ്പോൾ ആസിഫ് പറഞ്ഞ പോലെ ഇത് ഇറങ്ങിയെന്ന് വിചാരിച്ച ഒരുപാട് പേരുമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്നാണ് ഇറങ്ങിയത്. അപ്പോൾ എല്ലാവരിലും എത്തിക്കണം. ഇതൊരു നല്ല മൂവിയാണ്. ഒരുപാട് റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളെ സഹകരിച്ച എല്ലാവർക്കും നന്ദി.
എല്ലാവരും കാണണം. താങ്ക് യു സോ മച്ച്. അവസാനം പറയുന്നൊരു ഡയലോഗുണ്ട്, ഞാൻ പറയുന്നില്ല അത്. അപ്പം അങ്ങനത്തെ ചെല്ലുമ്പോൾ ഇപ്പോൾ ഒരു നിയമത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആരാണ് അയാളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷേ ഇങ്ങനത്തെ പല കേസുകളും നമ്മുടെ സൊസൈറ്റി നടക്കുന്ന സമയത്ത് പലപ്പോഴും കഴിഞ്ഞ ഇടയിൽ തന്നെ ഒരു വാർത്തയുണ്ടായിരുന്നു. ഒരു അധ്യാപകൻ നേരെ ഒരു വിദ്യാർത്ഥി കൊടുത്ത ഒരു കേസിന്റെ പുറകെ അദ്ദേഹം 5 വർഷമാണ് ജയിലിൽ കിടന്നത്. പക്ഷെ പിന്നീട് ഇറങ്ങിയപ്പോൾ പോലും എന്താ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നുള്ള ഒരു ഇത് കാരണം ആ കുറ്റം ചെയ്തു എന്ന് തന്നെയാണ് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ശരിക്കും നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു കുറെ ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണപ്പെട്ടിട്ട് ഒരുപാട് വ്യക്തികൾ അനുഭവിക്കപ്പെടുന്നത്. ഇങ്ങനെ ഒരു കഥ കേട്ടപ്പോൾ ഞങ്ങൾ മനസ്സിൽ തോന്നുന്നുണ്ട്. അല്ല, നല്ല ചോദ്യമാണ്, വളരെ കറക്റ്റാണ്. കാരണം നമ്മുടെ നിയമ സംവിധാനം എന്ന് പറയുമ്പോൾ ഒരു രാത്രി കൊണ്ടോ ഒരു പകൽ കൊണ്ടോ മാറ്റിയെടുക്കാൻ കഴിയില്ല. പക്ഷേ ഇതേപോലുള്ള ചിന്തകൾ സമൂഹത്തിൽ നമ്മൾ ഇടുകയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ട് ആസ്വദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ, സന്തോഷിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതിൽ വ്യക്തിപരമായി അല്പം നൊമ്പരമുള്ള ഒരാളുണ്ട്. ഈ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുകയാണ്. സംവിധായകൻ സേതുവിൻ്റെ സ്വന്തം അനുഭവ കഥ ഇതിനകത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ നൊമ്പരങ്ങളും കൂടെ ഇതിനകത്തുണ്ട്. ആ വേദനയിൽ ഉൾക്കൊണ്ട് എഴുതിയ ഒരു കഥയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അക്ഷരങ്ങളിൽ അല്പം രക്തവും കാണാൻ കഴിയും. അത്രത്തോളം വേദനിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ആ സമയത്ത് അവരെല്ലാവരും അനുഭവിച്ച വേദന, വിഷമമെല്ലാം എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ആ വിഷമത്തിൽ ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഈ തിരക്കഥ എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് ജീവിതഗന്ധിയായിട്ടുള്ള ഒരു കഥയാണ്. നിയമത്തിൽ യഥാർത്ഥത്തിൽ ആര് തെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ശിക്ഷിക്കപ്പെടണം. അല്ലാതെ നമുക്ക് കേട്ടിട്ട് ഉടൻ തന്നെ അത് ഇയാളായിരിക്കും, അത് അയാളായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തരുത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിയമത്തിൻ്റെ കാര്യത്തിൽ ഇതേപോലുള്ള കാര്യത്തിലൊക്കെ നമ്മൾ കുറേ ചിന്തകൾ, കാലത്തിന് അനുസരിച്ചുള്ള കുറേ മാറ്റങ്ങൾ നമ്മുടെ നിയമത്തിൽ വരണം എന്നുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതാണ് ഈ ചോദ്യം. ഇതേപോലുള്ള ചോദ്യങ്ങൾ ഉയർന്നാൽ ആഭ്യന്തര കുറ്റവാളി അതിൻ്റെ ആ ലക്ഷ്യത്തിലെത്തിയെന്ന് നമുക്ക് സന്തോഷിക്കാം. പടം ഇറങ്ങുന്നതിന് മുന്നേ കഥാപാത്രത്തിന്റെ പറഞ്ഞപ്പം ഈ പറഞ്ഞ പോലെ കുറെ തമാശകൾ പ്രതീക്ഷിച്ചു. പക്ഷെ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം മനസ്സിലായി ഒരുപാട് കോമഡികൾ ആവശ്യമില്ല കഥാപാത്രത്തിന്. അല്ലെങ്കിൽ ഈ സിനിമ പറയുന്ന ആശയങ്ങൾ വെച്ച് നോക്കുമ്പോൾ തമാശകൾ കുറഞ്ഞിരുന്നാലാണ് ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ സിനിമ ചെയ്യുമ്പോൾ ഈ തമാശകൾ പറയാൻ സാധ്യത ഉള്ളിടത്ത് അറിഞ്ഞുകൊണ്ട് തമാശ പറയാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അല്ല, ഇത് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ സത്യം പറഞ്ഞ ഇതൊരു ഞാനും ആനന്ദം പറഞ്ഞു ഇത് സീരിയസ് പടമായിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഡബ് ചെയ്യാൻ വന്നപ്പോഴാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഹ്യൂമർ ഉള്ളതായിട്ട് നമുക്ക് തോന്നിയത്. അപ്പം ഞാൻ സേതുവിൻ്റെ അടുത്ത് പറയുന്നത് സേതു ഇവിടെ ചിരി കിട്ടാൻ സാധ്യത. അപ്പം ഞാൻ പറഞ്ഞത് ഹ്യൂമർ ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഇത് ഹ്യൂമർ പടമായിട്ട് ഹ്യൂമർ ഇല്ല അധികം, എന്നാലും ചെറിയ സ്ഥലങ്ങളിൽ ഹ്യൂമർ ഉണ്ട്. ഡബ് ചെയ്യുന്ന സമയത്താണ് അത് ഞാൻ സേതുവും ആനന്ദും പറഞ്ഞു ചില സ്ഥലങ്ങൾക്ക് ചിരിവിടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത് എൻ്റെയും ആനന്ദിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞങ്ങളുടെ സുഹൃത്തിനെ കൊണ്ട് കുഴിയിലടിപ്പിക്കുക എന്നുള്ളതല്ല. അപ്പോൾ സുഹൃത്തിൻ്റെ കൂടെ നടക്കുക, അവൻ്റെ വേദനകൾ പങ്കെടുക്കുക, എന്നാലും ചെറിയ രീതിയിൽ കളിയാക്കിക്കൊണ്ടുള്ള ഇതിൽ പോകുന്ന ഒരു ക്യാരക്ടറാണ്. അല്ലാതെ ഹ്യൂമറായിട്ട് വിളിച്ചപ്പോഴേ പറഞ്ഞ ഹ്യൂമറൊന്നും അല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തോ ചില ചിരികൾ കിട്ടി, അതൊരു ബോണസാണ്. ഈ സുകേഷ് റോയിയെ തക്ക സമയത്ത് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയതുകൊണ്ട് സുകേഷ് റോയ് കേസിന് ആക്റ്റീവായിട്ട് നിന്നു. അതിന് സുകേഷിനോടും മീര എന്ന് പറയുന്ന അവരുടെ അഡ്വക്കേറ്റ് ഉണ്ട്, രണ്ടുപേരോടും വളരെ നന്ദിയുണ്ട്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് മനക്കട്ടിയല്ല, അതിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഞാൻ എന്ത് വന്നാലും ഇങ്ങനെയുള്ള ഒരാളിനെ പ്രൊമോട്ട് ചെയ്യില്ല, ഇങ്ങനെ കാശ് കൊടുക്കാൻ ഞാൻ തയ്യാറാവില്ല. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്രൂവിന് പോലും അറിയാം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാറുമില്ല, കാശ് ചിലവാക്കാറുമില്ല. അപ്പോൾ അതും ഇതുപോലെ തന്നെയായിരുന്നു. 25 ലക്ഷം വേണം, 50 ലക്ഷം വേണം എന്നൊക്കെ പറഞ്ഞു. അതൊന്നും കൊടുത്തിട്ട് ഈ സിനിമ ഇറക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരുപാട് പ്രതിസന്ധികളും വിഷമവും ഒക്കെ ഉണ്ടായി. ചില സമയത്തൊക്കെ സങ്കടവും വന്നിരുന്നു ആ സമയത്ത്. പക്ഷെ ആരോടും പറയാൻ പറ്റില്ല. നമ്മളെ ഇപ്പം ഒരു കേസ് കോടതിയിലെത്തിയ ഞാൻ ഒരുപാട് കാര്യം ആഭ്യന്തര കുറ്റവാളി കൊണ്ട് പഠിച്ചു. ഏതൊക്കെ കോർട്ടുണ്ടെന്ന് പഠിച്ചു. അതായത് എൻ്റെ ഡിസ്ട്രിക്ട് കോർട്ട്, ലോവർ കോർട്ട് മുതൽ ഹൈക്കോടതി വരെ എങ്ങനെയാണ്, കേസ് എന്താണ്, IP എന്താണ്, ഇതെല്ലാം ഞാൻ പഠിച്ചു. അത് ഈ ആഭ്യന്തര കുറ്റവാളിയാണ്. അതിനു മുമ്പ് ഒരു പോലീസ് സ്റ്റേഷനോ കോടതിയോ ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമ 17-ാം തീയതി റിലീസ് ആവാതെ വന്നപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഞാൻ ഒരുപാട് പണിയെടുത്തു, ഒരുപാട് എന്താ പറയുക സുപ്രീം കോടതി വരെ പോയി. പക്ഷേ എന്തോ നല്ലൊരു സാഹചര്യത്തിന് എനിക്ക് ദൈവം പടച്ചോൻ ഇതാണ് വിധിച്ചിരുന്നത്, നല്ലൊരു ഡേറ്റ്, നല്ലൊരു ടൈം, എനിക്ക് ഒരുപാട് കൺട്രികളിൽ പടം റിലീസ് ചെയ്യാൻ പറ്റി.
അന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ കേരളത്തിൽ മാത്രമേ ഈ പടം ഇറക്കാൻ പറ്റുള്ളായിരുന്നു. കാരണം കോടതി വിധി വന്നാലേ ഇത് ഇറക്കാൻ പറ്റൂ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, പടച്ചോന്ന് ദൈവമൊന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും, അതനുസരിച്ച് നടന്നു. സന്തോഷം. പിന്നെ എല്ലാവരോടും, എൻ്റെ ക്രൂവിനോടും ആസിഫിനോടും എല്ലാവരോടും നന്ദിയുണ്ട്. എല്ലാവരും വിളിച്ച് അന്വേഷിക്കാറുണ്ടായിരുന്നു കുറച്ചൊക്കെ. പിന്നെ ചില സമയത്തൊക്കെ ഒറ്റപ്പെട്ടതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ചില ആൾക്കാർ, ഇപ്പം എൻ്റെ അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞു പുള്ളിയുടെ ഒരു 13 കിലോ വെയിറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞു. പുള്ളി, ഞാൻ വെയിറ്റ് കൂടി, കാരണം എനിക്ക് ടെൻഷൻ വന്നാൽ ഫുഡ് കഴിക്കാനാണ്, അല്ലാതെ വേറൊരു പണി അറിയില്ല. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. അത് അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. വേറെ വക്കീലിനോട് വളരെ നന്ദിയുണ്ട്. കാരണം സുകേഷ് ആദ്യം മുതൽ എല്ലാ കോർട്ടിലും, നമ്മളിവിടുന്ന് ഡിസ്ട്രിക്ട് ആണെങ്കിലും ജില്ലാ എല്ലാ, പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ സത്യം എന്താ, ഈ ജഗദീഷേട്ടൻ പറഞ്ഞു തുടങ്ങിയ പോലെ ഒരു ഷോർട്ട് നോട്ടീസിൽ നിങ്ങളെല്ലാവരും അറിയിച്ചു. നിങ്ങളെല്ലാവരും ഞങ്ങളോടുള്ള ഇഷ്ടവും സിനിമയോടുള്ള ഇഷ്ടവും കാരണം ഇവിടെ എത്തി. നന്ദി പറയുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുകയാണ്. നമ്മൾ ഇന്ന് രാവിലെ വളരെ സങ്കടത്തോടെ കേട്ടൊരു വാർത്തയാണ് ഷൈൻ ടോം ചാക്കോയ്ക്കും കുടുംബത്തിനും സംഭവിച്ച അപകടം. ഷൈൻ്റെ എല്ലാ കുസൃതിക്കും നമ്മൾ ചിരിച്ചിട്ടുണ്ട്, ദേഷ്യം പിടിച്ചിട്ടുണ്ട്, ഉപദേശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കൊന്ന് ഇനി അങ്ങോട്ട് ഷൈനെ നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സമയമായിരിക്കും. അപ്പോൾ അറിയാമല്ലോ നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഒരു സ്വഭാവവും ട്രെൻഡും സംഭവിക്കുന്ന കാര്യങ്ങളും എല്ലാം. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വളരെ ശക്തമായിട്ട് ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ ആവശ്യമുണ്ട്. അപ്പോൾ അത് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. അപ്പോൾ താങ്ക് യു എല്ലാവരും. ഇനി കാണാനുള്ളവരെല്ലാവരും സിനിമ കാണുക.